UAEയിൽ ഫെബ്രുവരി മാസത്തെ പെട്രോൾ ഡീസൽ വില പ്രഖ്യാപിച്ചു. വിലയിൽ നേരിയ വർധന. പുതുക്കിയ നിരക്കനുസരിച്ച് സൂപ്പർ 98 പെട്രോളിന് ഇനി മുതൽ 2 ദിർഹം 74 ഫിൽസ് ആയിരിക്കും വില. നേരത്തെ ഇതിന് 2 ദിർഹം 61 ഫിൽസ് ആയിരുന്നു. സ്പെഷ്യൽ 95 പെട്രോൾ ലിറ്ററിന് ഇതുവരെ 2 ദിർഹം 50 ഫിൽസ് ആയിരുന്നത് ഇനി മുതൽ 2 ദിർഹം 63 ഫിൽസായി വർദ്ധിക്കും. ലിറ്ററിന് 2 ദിർഹം 43 ഫിൽസ് ആയിരുന്ന E+91 പെട്രോളിന് ഇനി മുതൽ 2 ദിർഹം 55 ഫിൽസ് നൽകേണ്ടി വരും. ഇതുവരെ 2 ദിർഹം 68 ഫിൽസ് ആയിരുന്ന ഡീസൽ വില 2 ദിർഹം 82 ഫിൽസായും വർദ്ധിച്ചിട്ടുണ്ട്. ദുബൈയിൽ പുതുതായി പ്രഖ്യാപിച്ച ബാരിയർലെസ് പെയ്ഡ് പാർക്കിംഗ് സംവിധാനം വരുന്ന തിങ്കളാഴ്ച മുതൽ നടപ്പിലാവും. ദേര, മിർദിഫ്, മാൾ ഓഫ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലെ സിറ്റി സെന്ററുകളിലാണ് പുതിയ പാർക്കിംഗ് സംവിധാനം നടപ്പിലാവുന്നത്. ദുബൈയിൽ പുതുക്കിയ സാലിക് നിരക്ക് ഇന്നു മുതൽ നിലവിൽ വന്നു. തിരക്കേറിയ സമയങ്ങളിൽ ഇപ്പോൾ നിരക്ക് 6 ദിർഹമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇതുവരെ ഇത് 4 ദിർഹമായിരുന്നു. അലൈൻ മൃഗശാലയിൽ ഇനി മുതൽ മുതിർന്ന പൗരന്മാർക്ക് പ്രവേശനം സൗജന്യം. 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് പ്രവേശനം സൗജന്യമായി അനുവദിക്കുന്നത്. ഇതുവരെ 70 വയസ്സിന് മുകളിലുള്ളവർക്കായിരുന്നു സൗജന്യ പ്രവേശനം അനുവദിച്ചിരുന്നത്. ഇയർ ഓഫ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായാണ് ഈ നടപടി. സൗദി അറേബ്യയിൽ ബലിമാംസം വിതരണം ചെയ്യുന്ന അദാഹി സേവനം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ഹജ്ജ് സീസണിൽ ബലി അറുക്കുന്ന മാംസം ദരിദ്ര രാജ്യങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള അദാഹി സേവനം 125 രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത്. ഇതിനായി ബലി കൂപ്പണുകൾ നൽകുക, ബലിമാംസം രാജ്യത്തിന് അകത്തും പുറത്തും വിതരണം ചെയ്യുക എന്നീ സേവനങ്ങൾക്കുള്ള കരാറുകൾ അദാഹി അധികൃതർ ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്കുമായി ഒപ്പുവെച്ചു. ഖത്തറിൽ വിദ്യാലയങ്ങളുടെ പരീക്ഷാ തീയതികളിൽ മാറ്റം. 2ാം സെമസ്റ്റർ അർദ്ധവാർഷിക പരീക്ഷകളുടെ തീയതികളിലാണ് മാറ്റം. മാർച്ച് മാസത്തിൽ റംദാൻ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് പരീക്ഷാ തീയതികളിൽ മാറ്റം വരുത്തിയത്. ഇതനുസരിച്ച് 1 മുതൽ 11ാം ഗ്രേഡ് വരെയുള്ളവർക്ക് ഫെബ്രുവരി 1 മുതൽ 27 വരെയാണ് പരീക്ഷ. UAE വാട്സപ്പ് വോളിബോൾ കൂട്ടായ്മ സംഘടിപ്പിച്ച വോളിബോൾ ടൂർണമെന്റിൽ തമിഴ് സ്പാർട്ടൻസ് ജേതാക്കളായി. നേരിട്ടുള്ള 2 സെറ്റുകൾക്കാണ് അവർ ബ്രൈറ്റ് സ്റ്റീലിനെ പരാജയപ്പെടുത്തിയത്. ഇസ്മയിൽ മഞ്ചക്കണ്ടി അധ്യക്ഷനായ ചടങ്ങിൽ വോളിബോൾ സംഘാടകനും കോച്ചുമായ ബാബു പീതാംബരൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. കാസിം ഈനോളി, പ്രകാശ് തളിപ്പറമ്പ്, സലാം പാണത്തൂർ, ഷബീർ, ഷംസു കോടിയേരി, റയീസ് പേരാമ്പ്ര, മഹേഷ് തിക്കൊടി എന്നിവർ നേതൃത്വം നൽകി.